കുട്ടിക്കാനം പള്ളിക്കുന്നിൽ പാതയോരത്ത് അപകട ഭീഷണി ഉയർന്നു നിൽക്കുന്ന വൈദ്യുതി പോസ്റ്റിന്റെ അപകട ഭീഷണി ഒഴിവാക്കുവാൻ നടപടി സ്വീകരിക്കുവാൻ KSEBിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന അലംഭാവത്തിൽ പ്രതിഷേധമുയരുന്നു. ഈ വിഷയം ചൂണ്ടിക്കാട്ടി പ്രദേശത്തെ ഗ്രാമപഞ്ചായത്ത് അംഗവും പീരുമേട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ ലക്ഷ്മി ഹെലൻ KSEB പോത്തുപാറ ഡിവിഷൻ അധികാരികൾക്ക് രേഖാമൂലം കത്തു നൽകി. കുട്ടിക്കാനം പള്ളിക്കുന്നിൽ സംസ്ഥാന പാതയോരത്ത് ഗാന്ധിനഗർ കോളനിലേക്ക് കയറുന്ന ഭാഗത്താണ് വൈദ്യുതി പോസ്റ്റ് അപകട ഭീഷണി ഉയർത്തി നിലകൊള്ളുന്നത്. അപകട ഭീഷണിക്ക് കാരണം ഈ പോസ്റ്റിലേക്കും ഫ്യൂസിലേക്കും സമീപത്ത് വളർന്നു പന്തലിച്ചിരിക്കുന്ന കാട്ടീറ്റ വന്ന് മൂടപ്പെട്ടതാണ്. ഈ വിഷയം പ്രദേശവാസികൾ വൈദ്യുതി വകുപ്പിൽ വിവരം അറിയിച്ചിട്ടും ഗൗരവത്തിൽ എടുത്തിട്ടില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇതോടെയാണ് അടിയന്തര നടപടി ആവശ്യപ്പെട്ട പ്രദേശത്തെ ഗ്രാമപഞ്ചായത്ത് അംഗവും പീരുമേട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ ലക്ഷ്മി ഹെലൻ രേഖാമൂലം KSEB പോത്തുപാറ ഡിവിഷൻ അധികൃതർക്ക് കത്ത് നൽകിയിരിക്കുന്നത്. ജനങ്ങൾ താമസിക്കുന്ന സ്ഥലമായതുകൊണ്ടും സ്കൂൾ കുട്ടികൾ പരിസരത്ത് നിന്നാണ് വണ്ടി കയറുന്നതും അവിടുന്ന് സ്റ്റോപ്പിൽ ഇറങ്ങി വീട്ടിലേക്ക് പോകുന്ന സാഹചര്യവും അതുകൊണ്ട് തന്നെ KSEBക്കാർ ഇതിനകത്ത് ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല. തൊട്ടടുത്ത് തന്നെ ഒരു പള്ളിയുമുണ്ട്. അപ്പം ഇത് ജനങ്ങൾക്ക് പൊതുവെ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സാഹചര്യത്തിലാണ് നീങ്ങിയിരിക്കുന്നത്. KSEBക്കാർ ഇതിൻ്റെ അകത്ത് ഒരു തീരുമാനം നമുക്ക് ഉണ്ടാക്കി തന്നിട്ടില്ല. മഴ ശക്തമായതോടെ ഈ ഈറ്റപ്പടർപ്പിൽ നിന്നും വെള്ളം വീണ് പോസ്റ്റിൽ സ്ഥാപിച്ചിരിക്കുന്ന ഫ്യൂസിൽ നിന്നും വൈദ്യുതാഘാതം ഏൽക്കാനുള്ള സാധ്യത ഏറെയാണ്. സമീപത്തെ വീടുകൾ അടക്കമുണ്ട്. കൂടാതെ നിരവധി പേർ ഈ പോസ്റ്റിന് സമീപത്തോട് സഞ്ചരിക്കുന്നതുമാണ്. കുറച്ച് നാളുകൾക്ക് മുമ്പ് സമാന രീതിയിൽ ഈ പോസ്റ്റ് ഈറ്റപ്പടർപ്പുകളാൽ മൂടപ്പെട്ടിരുന്നു. അന്ന് ഇത് വെട്ടിമാറ്റിയെങ്കിലും പൂർണ്ണമായ തോതിൽ വെട്ടിമാറ്റിയില്ല. ഇതാണ് വീണ്ടും പോസ്റ്റിലേക്ക് ഈ ഈറ്റ പറന്നു കയറാൻ കാരണം. ന്യൂസ് ബ്യൂറോ, പീരുമേട്.